നമസ്കാരം. ദിലീപ്, കാവ്യ മാധവൻ, മഞ്ജു വാര്യർ ജീവിതം സിനിമാ കഥ പോലെയാണ്. ഏറെ ആകാംക്ഷയും ട്വിസ്റ്റും നിറച്ച ജീവിതമാണ് ഇന്നും ഇവരുടേത്. മഞ്ജുവുമായുള്ള വിവാഹബന്ധം വേർപെടുത്തിയ ദിലീപ് അധികം വൈകാതെ കാവ്യയെ ജീവിതം സഖിയാക്കി. പിന്നീടുള്ള ജീവിതം ട്വിസ്റ്റുകൾ നിറഞ്ഞതായിരുന്നു. പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് സുന്ദരമായ ജീവിതം നയിക്കുകയാണ് ഇരുവരും. എന്നാൽ മഞ്ജു തന്റെ ബാക്കി വെച്ച സുന്ദരമായ ഒരു ലോകം കെട്ടിപ്പടുക്കുകയാണ്. സിനിമ പോലെ ലോകത്ത് 4 പതിറ്റാണ്ടുകളോളം പിടിച്ചു നിൽക്കുക, അത് മുൻനിര നായികയായി നിലനിൽക്കുക എന്നത് പറയുന്നത് ചെറിയ കാര്യമല്ല. നിലവിൽ രജനീകാന്തിനൊപ്പം വരെ നടി അഭിനയിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ ദിലീപിനെയും കാവ്യയെയും തോൽപ്പിച്ചത് ഈ രീതിയിലൂടെ തന്നെയാവാം. താൻ സ്വപ്നം കണ്ട ജീവിതമാണ് ഇന്ന് മഞ്ജു വാര്യർ ജീവിക്കുന്നത്. രജനീകാന്തിനൊപ്പം അഭിനയിച്ച വേട്ടയാൻ എന്ന പുതിയ തമിഴ് ചിത്രത്തിന്റെ പ്രൊമോഷൻ തിരക്കുകളിലാണ് ഇപ്പോൾ മഞ്ജു വാര്യർ. കഴിഞ്ഞ ദിവസം നടന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് ചടങ്ങിൽ തമിഴിൽ ഗംഭീര പ്രസംഗം നടത്തിയ മഞ്ജുവിന്റെ വീഡിയോ എല്ലാം വൈറലായിരുന്നു. തുടരെ സിനിമകൾക്കായി കരിയറിൽ മുന്നേറുകയാണ് നടി മഞ്ജു വാര്യർ. മലയാള സിനിമയ്ക്ക് അപ്പുറത്തേക്ക് ഇന്ന് മഞ്ജു വാര്യർ ജനപ്രീതി വളർന്നു. വേട്ടയാനാണ് നടിയുടെ പുതിയ സിനിമ. സൂപ്പർ താരം രജനീകാന്തിനൊപ്പം മഞ്ജു ആദ്യമായി അഭിനയിക്കുന്ന സിനിമ കൂടിയാണിത്. ചിത്രത്തിന്റെ പ്രൊമോഷൻ തിരക്കുകളിലാണ് നടി. ഒരു അഭിമുഖത്തിൽ തന്റെ വരാനിരിക്കുന്ന സിനിമകളെക്കുറിച്ച് സൂചന നൽകിയിരിക്കുകയാണ് മഞ്ജു വാര്യർ. നടിയുടെ തൊട്ടു മുൻപിറങ്ങിയ തമിഴ് ചിത്രം തുനുവിനെ കുറിച്ച് സംസാരിക്കുകയാണ് നടി ചില സൂചനകൾ നൽകിയത്. മലയാളം വിട്ട് തമിഴകത്ത് കൂടുതൽ സജീവമാവുകയാണ് മഞ്ജു വാര്യർ. അജിത്, ധനുഷ് തുടങ്ങിയവർക്കൊപ്പം അഭിനയിച്ച മഞ്ജുവിന്റെ അടുത്ത റിലീസ് രജനീകാന്തിനൊപ്പമുള്ള വേട്ടയാനാണ്. അതിനുശേഷം വിജയ് സേതുപതിക്കൊപ്പമുള്ള വിടുതലൈ പാർട്ട് 2 റിലീസ് ചെയ്യും. അതിനുശേഷം വിജയ്ക്കൊപ്പമുള്ള സിനിമയിലാവും മഞ്ജു അഭിനയിക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നിലവിൽ വേട്ടയാന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട തിരക്കുകളിലാണ് മഞ്ജു വാര്യർ. ഒക്ടോബർ 10-ന് സിനിമ തിയേറ്ററിലെത്തും. സിനിമയോട് പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് SS മ്യൂസിക്കിന് നൽകിയ അഭിമുഖത്തിൽ മഞ്ജു വാര്യർ സംവിധായകൻ H വിനോദുമായുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അജിത് കുമാറിനെ നായകനാക്കി H വിനോദ് സംവിധാനം ചെയ്ത തുനുവിൽ നായികയായി എത്തിയത് മഞ്ജുവായിരുന്നു. സിനിമയിലെ ഒരു പ്രധാന രംഗം അഭിനയിച്ചു കഴിഞ്ഞതിനു ശേഷം H വിനോദ് മഞ്ജു വാര്യരോട് പറഞ്ഞു അത്രേ, എന്റെ മറ്റൊരു ചിത്രത്തിൽ ഇതിനു നല്ലൊരു വേഷം നന്നായി അഭിനയിക്കാനായി നിങ്ങൾക്ക് നൽകുമെന്ന്. ഇക്കാര്യം മഞ്ജു വെളിപ്പെടുത്തിയതോടെ വിജയെ നായകനാക്കി H വിനോദ് സംവിധാനം ചെയ്യുന്ന ദളപതി 69 എന്ന് താൽക്കാലികമായി പേരിട്ട സിനിമയിൽ മഞ്ജു വാര്യരും ഉണ്ട് എന്ന ചർച്ചകൾ സജീവമാവുകയാണ്. ദളപതി 69 ഇതിനോടകം വാർത്തകളിൽ നിറഞ്ഞ സിനിമയാണ്. വിജയ് രാഷ്ട്രീയത്തിലേക്ക് പൂർണ്ണമായി ഇറങ്ങുന്നതിന് മുൻപ് അവസാനമായി ചെയ്യുന്ന സിനിമയായിരിക്കും ഇത്. ചിത്രത്തിൽ മമിത ബൈജു ഒരു പ്രധാന റോൾ ചെയ്യുന്നുണ്ട് എന്ന വാർത്തകളുണ്ടായിരുന്നു. ജില്ലയ്ക്ക് ശേഷം മോഹൻലാലും വിജയിയും ഈ ചിത്രത്തിൽ വീണ്ടും ഒന്നിക്കുന്നു എന്ന് വാർത്തകൾ വന്നു. അതിനു പുറമെയാണിപ്പോൾ മഞ്ജു വാര്യരും ഉണ്ടെന്ന വാർത്തകൾ വരുന്നത്. അതേസമയം തമിഴകത്ത് തിരക്കേറുകയാണ് നടി മഞ്ജു വാര്യർക്ക്. അസുരനിലൂടെയാണ് മഞ്ജു തമിഴിൽ അരങ്ങേറിയത്. തമിഴ് അറിയാമെങ്കിലും അഭിനയിക്കാൻ അവസരം ലഭിച്ചപ്പോൾ താരം സ്വീകരിച്ചിരുന്നില്ല. അസുരനിലെ അഭിനയത്തിന് മികച്ച പ്രതികരണങ്ങളായിരുന്നു ലഭിച്ചത്. ഇതോടെയാണ് കൂടുതൽ സിനിമകൾ തേടിയെത്തിയത്. അജിത്തിനൊപ്പം അഭിനയിച്ച തുനുവിനും വലിയ കയ്യടി നേടി. ഈ ചിത്രത്തിലേക്ക് തന്നെ അഭിനയിപ്പിക്കാനായി തീരുമാനിച്ച് സംവിധായകനാണ് റിസ്ക് എടുത്തതെന്നായിരുന്നു മഞ്ജു പറഞ്ഞത്. അജിത്തിനൊപ്പമുള്ള അനുഭവങ്ങൾ മനോഹരമായിരുന്നുവെന്നും താരം വ്യക്തമാക്കിയിരുന്നു. പുതിയ ചിത്രം വേട്ടയാനിൽ സൂപ്പർ താരം രജനീകാന്തിനൊപ്പമാണ് മഞ്ജു വാര്യർ അഭിനയിച്ചത്. ധനുഷ്, അജിത് എന്നീ താരങ്ങൾക്കൊപ്പം നടി ചെയ്ത 2 സിനിമകളും സൂപ്പർ ഹിറ്റാണ്. മലയാളത്തിലേക്കാളും മികച്ച സിനിമകൾ ഇന്ന് മഞ്ജുവിന് ലഭിക്കുന്നത് തമിഴകത്ത് നിന്നാണ്. തമിഴ് സിനിമാ ലോകവുമായി പെട്ടെന്ന് ഇഴകിച്ചേരാൻ മഞ്ജു വാര്യർക്ക് സാധിക്കുന്നുണ്ട്. തമിഴ് ഫിലിം ജേർണലിസ്റ്റുകളെല്ലാം യൂട്യൂബ് മീഡിയകളിൽ പ്രമുഖ സാന്നിധ്യങ്ങളുമെല്ലാം മഞ്ജു വാര്യരെ പ്രശംസിക്കുകയാണ്. സത്യത്തിൽ മഞ്ജു വാര്യരുടെ ഈ പ്രശംസയെല്ലാം ദിലീപിനുള്ള ഒരു തിരിച്ചടി തന്നെയാണ്. ഇരുവരും പിരിയാനുള്ള കാരണം പറഞ്ഞിട്ടില്ലെങ്കിലും മഞ്ജു വാര്യർ ഇന്ന് ജീവിതം ഒറ്റയ്ക്ക് നയിക്കുകയാണ് സ്വപ്നം കണ്ട വഴികളിലൂടെ.